ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും നല്ല ഓർമ്മകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈശോയുടെ ഉത്ഥാനം നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈ 40 ദിവസവും ഈശോ മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന സമയമാണിത്. നമ്മുടെ കൂടെയും ഈശോ എപ്പോഴും ഉണ്ട് എന്ന ഓർമ്മയിലാണ് നമ്മളിപ്പോൾ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് മനുഷ്യരുടെ കുറേ സംശയങ്ങൾക്ക് ഒരു മറുപടി പറയാനാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-36 വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ എല്ലാവരും അവസാന കാലത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് പറഞ്ഞ് മനുഷ്യരെ ഒരുക്കുകയാണ്. അതാണല്ലോ പരിശുദ്ധ അമ്മ ഈ അവസാന കാലത്തിൽ ഓടി നടന്ന് പ്രത്യക്ഷപ്പെട്ട് പലർക്കും പല വെളിപാടുകളുമൊക്കെ കൊടുക്കുന്നത്. എല്ലാ വെളിപാടുകളും പ്രത്യക്ഷീകരണങ്ങളൊന്നും ദൈവികമല്ല, എന്നാൽ ദൈവികമായതും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ഉണ്ടാകണം. അപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ സഭ അംഗീകരിച്ചിട്ടുള്ള പ്രത്യക്ഷപ്പെടലുകളിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ പ്രത്യക്ഷീകരണം നടന്ന മക്കൾ ഒന്നുകിൽ വിശുദ്ധരായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ മരിച്ചു പോയിട്ട് അവരെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാകും. അങ്ങനെ പല രീതിയിലും പല ആളുകൾക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്തിട്ടുള്ളത് ഈ അവസാന കാലഘട്ടത്തെക്കുറിച്ചാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വാഗ്ദാന പേടകം എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ മാതാവിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളും എടുത്തു പറഞ്ഞ് അതിലൊക്കെ മാതാവ് കൊടുത്ത സന്ദേശങ്ങളും പറയുന്നുണ്ട്. ഒന്നും വേണ്ട, ഫാത്തിമയിലെ സന്ദേശങ്ങൾ നമുക്ക് ഓർക്കാം. അവിടെ എടുത്തു പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അല്ലെങ്കിൽ അനേകർ നശിച്ചു പോകും. ഇപ്പോൾ ഈ പലരും പല കാര്യങ്ങളും ഇങ്ങനെ ലോകാവസാനത്തെക്കുറിച്ച് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അത് ലോകത്തിൻ്റെ അവസാനമല്ല, ലോകാവസാനമല്ല, അത് യുഗത്തിൻ്റെ അവസാനമാണ്. ലോകം അവസാനിക്കില്ലല്ലോ, കാരണം പിതാവുമൊത്ത് ഉള്ള നിത്യമായിട്ടുള്ള ലോകത്തിലേക്കാണ്, നിത്യജീവിതത്തിനാണ് നമ്മളിവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയുടെ 2ാം വരവോടുകൂടി ഇടത്തും വലത്തും തിരിയപ്പെടും. അങ്ങനെ പിശാചിനെ പെർമനൻ്റായിട്ട് മുദ്ര വെച്ച് പിന്നെയുള്ള മനുഷ്യർ മാലാഖമാരെ പോലെയായി പിതാവിനോടൊത്ത് അണിഞ്ഞൊരുങ്ങിയ ജെറൂസലേം നവവധുവിനെ പോലെ വരുന്ന ആ ലോകത്ത് നമ്മൾ പിതാവിനോടൊപ്പം വസിക്കും. അപ്പോൾ ലോകം അവസാനിക്കുകയല്ല, ഈ യുഗം അവസാനിക്കുകയാണ് എന്ന് തിരുത്തി പറയണം. അപ്പോൾ നമ്മൾ പല സന്ദേശങ്ങളിലും പ്രത്യക്ഷീകരണങ്ങളും ഇപ്പോൾ യൂട്യൂബിലും അങ്ങനെ അവിടെയും ഇവിടെയും ഒക്കെ പലതും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ സംശയങ്ങളുമായിട്ട് യൂത്തും അതേപോലെ ശരിക്കും മനസ്സിലാകാത്തവരൊക്കെ ചോദ്യങ്ങളുടെ ഒരു നീണ്ട പരമ്പരയാണ്. അത് ചിലർ ചോദിച്ചിട്ടുണ്ട് ലോകാവസാനം എന്നാണെന്ന്, ഡേറ്റ് എത്ര മണിക്കാണ്. കാരണം പലരും പ്രത്യക്ഷീകരണങ്ങളിൽ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറയുമ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡായി. പിന്നെ ഇനി എന്ത്, അടുത്ത അറിവ് തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ലോകാവസാനത്തിൻ്റെ അടയാളം. പ്രിയ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവും 25-ാം അധ്യായവും ഒക്കെ ഈ അവസാന വിധിയെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചുമാണ് വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങൾ എവിടെയും ഓടി നടക്കണ്ട, പല ടോക്കുകൾ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ മതി.
അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 24-ാം അധ്യായം 36-ാമത്തെ ദിവസം 36-ാമത്തെ വചനം, ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിയില്ല എന്നാണ് പറയുന്നത്. പുത്രന് പോലും അറിയാത്ത കാര്യം ഇപ്പോൾ ചിലരൊക്കെ വ്യാഖ്യാനിച്ച് ഏകദേശം ഡേറ്റ് തീരുമാനിച്ച പോലെയാണ്. ആദ്യം 2000 ലോകം അവസാനിക്കുന്നു പറഞ്ഞു, പിന്നെ ആരൊക്കെയോ 2012 പറഞ്ഞു, പിന്നെ ഇപ്പോൾ 2027 അവസാനിക്കുന്നു പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ലോകം അവസാനിക്കാനുള്ളതല്ല, യുഗം അവസാനിക്കും. അത് യുഗാന്ത്യം ഉറപ്പാണ്. അതിന് വേറെ എവിടെയും പോയിട്ട് കൺഫ്യൂസ്ഡ് ആകാതെ മത്തായിയുടെ സുവിശേഷം 24-ഉം 25-ഉം വായിച്ചാൽ മതി. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അതിൽ പറയുന്നുണ്ടല്ലോ, ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം അന്നുണ്ടാകും. എന്നിട്ട് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിയാണ് ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തുക. അതുപോലെ പറയുന്നുണ്ട് മനുഷ്യപുത്രന്റെ ആഗമനത്തിൽ അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും. ഈ സൂര്യൻ ഇരുണ്ടു പോകുന്ന കാര്യം എല്ലായിടത്തും പറയുന്നുണ്ട്. ഫാത്തിമയിലും പറയുന്നുണ്ട്. ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും. നിങ്ങൾ അതൊക്കെ ശരിക്കും വായിച്ചാൽ മതി. ഈ സൂര്യൻ ഇരുണ്ടു പോകും എന്ന് പറയുന്നതിന് രണ്ടർത്ഥങ്ങളുണ്ട്. നീതി സൂര്യനായ ദൈവത്തിൻ്റെ ആ ഒരു പ്രകാശം കുറച്ച് നാളത്തേക്ക് പിശാച് എല്ലാവരെയും പിടിച്ച് അവൻ്റെ വലയിലാക്കി നന്മയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, വഞ്ചനയും ചതിയും നിറയുന്നൊരവസ്ഥയിൽ പോകുമ്പോൾ നീതിസൂര്യനായ ദൈവം കുറച്ച് നാൾ മറയ്ക്കപ്പെടും. അതാണ് സൂര്യൻ ഇരുണ്ടു പോകുന്നത്. നന്മയില്ല, സ്നേഹമില്ല, ലോകം മുഴുവൻ അന്ധകാരത്തിലാകും. ആ അർത്ഥവുമുണ്ട്. മറ്റേ രീതിയിലും സൂര്യൻ ഇരുണ്ടു പോവുക തന്നെ ചെയ്യും. അതുപോലെ ചന്ദ്രൻ പ്രകാശം തരികയില്ല. ചന്ദ്രനെ പരിശുദ്ധ അമ്മയോടാണ് ഉപമിക്കാറ്. സൂര്യൻ പ്രകാശിക്കില്ലെങ്കിൽ പിന്നെ ചന്ദ്രൻ പ്രകാശം തരികയില്ലല്ലോ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീണുപോകും എന്നാണ് പറയുന്നത്. ആകാശത്തിലെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് വിശ്വാസ വ്യതിചലനം വന്ന് അവർ വീണുപോകും. അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. പ്രിയ സഹോദരങ്ങൾ, ഈ ലോകാവസാനത്തെ യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. അത് കുറേയേറെ പഠന വിഷയമാക്കേണ്ടൊരു സബ്ജക്റ്റാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ വിശുദ്ധ ഗ്രന്ഥം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇതും കേട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാതെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക. അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ പറയുന്നത് യുഗാന്ത്യം അവസാനം ഇന്ന് നടക്കും എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഈശോ എപ്പോഴും ഓരോ ക്ലൂ തരാണ്. അത് പണ്ടും അപ്പസ്വരന്മാർക്കും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതായത് 3 ദിവസം കൊണ്ട് ഈ ദേവാലയം ഞാൻ പുതുക്കി പണിയാൻ, നിങ്ങളിത് നശിപ്പിച്ചോ എന്നല്ലേ കർത്താവ് പറഞ്ഞേ. അപ്പോൾ ബുദ്ധിയില്ലാത്തവരൊക്കെ ചിന്തിച്ചു ഈ ദേവാലയം ഇപ്പോൾ ഉടച്ചു കഴിഞ്ഞാൽ ഇവ 3 ദിവസം കൊണ്ട് പണിയും. കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്. കർത്താവിൻ്റെ പീഡകളും 3-ാം ദിവസം ഇറക്കും. ഈ കാര്യമൊക്കെയാണ് പറഞ്ഞത്. ഇതുപോലെയാണ് ദൈവം പലപ്പോഴും ക്ലൂകൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മെ ഒരുക്കാനാണ് ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പല സ്ഥലങ്ങളിലും പറയുന്നത് അവസാനമായി. മാതാവ് പറയുന്നതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. എന്താ ഇത്ര സംശയം? വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. പക്ഷേ ഇതെപ്പോൾ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇവിടുത്തെ ദർശനത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി മറ്റേ ടോക്ക് കേൾക്കാം, അവിടുത്തെ ദർശനത്തിൽ എന്താ പറഞ്ഞേ? ഇത് തന്നെയാണ് അവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ. മനുഷ്യർ അറിവുകൾക്കായിട്ട് ഓടി നടക്കുക തന്നെയുള്ള പുതിയ അറിവുകൾ, പുതിയ കാര്യങ്ങൾ. എന്നിട്ടോ സ്നേഹിക്കാൻ മറന്നു പോവാണെന്നാണ് ഈശോ ഇന്നലെ തന്ന സന്ദേശം. കർത്താവ് പറയാ, അവിടെ ഇവിടെ ഓടി നടക്കൊന്നും വേണ്ട, നിങ്ങളോട് ഞാൻ ഒറ്റ കൽപ്പനയെ പറഞ്ഞിട്ടുള്ളൂ, സ്നേഹത്തിൻ്റെ കൽപ്പന. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിച്ചാൽ മാത്രം മതി. പിന്നെ എവിടെയും ഓടി നടക്കണ്ട, ബാക്കി എല്ലാം കർത്താവ് ചെയ്തോളും. അതിനാണ് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ കൂദാശയായിട്ടുള്ള പരിശുദ്ധ കുർബാനയാണ് മുഖ്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ സ്നേഹത്തിൻ്റെ പൂർണ്ണത കാണുക.
അതിലേക്ക് നയിക്കുന്നതാണ് പരിശുദ്ധമായ ജപമാല, കരുണക്കൊന്ത, ദിവ്യകാരുണ്യ ആരാധന ഒക്കെ നമ്മുടെ ഇത് എല്ലാം സഭ നമുക്ക് തന്ന ആയുധങ്ങളാണ്. സ്വർഗം നമുക്ക് തന്ന ആയുധങ്ങൾ. ഈ ആയുധങ്ങളെക്കാൾ വലിയ ഒരു ആയുധവുമില്ല എന്ന് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യ ആരാധന, കരുണക്കൊന്ത. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനാമ്മയ്ക്ക് കൊടുത്ത കരുണയുടെ സന്ദേശങ്ങളാണ് സഭ അംഗീകരിച്ചിട്ടുള്ള സന്ദേശങ്ങൾ. അപ്പോൾ അത് കരുണക്കൊന്ത നമുക്ക് കർത്താവ് അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. മാർപ്പാപ്പന്മാരുടെ അനുവാദത്തോടു കൂടിയാണല്ലോ ഒരു കാര്യം ആധികാരികമായിട്ട് സഭയുടെ സത്യമായിട്ട് നമ്മൾ നിലപാടെടുക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ കരുണ ഈ ഭൂമിയിലേക്ക് ഒഴുകുന്നതും അതിൻ്റെ പൂർണ്ണ ദണ്ഡവിമോചനങ്ങളും കരുണക്കൊന്തയും വിശുദ്ധ ഫൗസ്റ്റീനമ്മയിലൂടെ വർഷങ്ങളോളം പഠിച്ച് വിശുദ്ധയായതിനു മുമ്പ് വർഷങ്ങളോളം പഠിച്ചിട്ട് അത് സത്യമാണ് സഭ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാന കാലത്തെ ആയുധമാണ്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി എടുത്ത് നോക്കിയാൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ നമ്മെ സഹായിക്കും ഈ കരുണയുടെ ഗ്രന്ഥവും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് കുറേ ആളുകൾ അവിടെയും ഇവിടെയും പലതും കേട്ട് പേടിച്ച് ഭയപ്പെട്ട് ഇരിക്കുകയാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇതിലിങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ടോക്കുകളൊക്കെ നമ്മൾ അതും ഇതും ഒക്കെ പറഞ്ഞ് ഭീകരത സൃഷ്ടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ നശിച്ചു പോവേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലേക്ക്. എവിടെയും ഓടി നടക്കണ്ട, നിന്റെ ഇടവക പള്ളിയിലുള്ള പരിശുദ്ധ കുർബാന, അതാണ് ഏറ്റവും വലുത്. നിന്റെ ഇടവക പള്ളിയിലെ ഗ്രോട്ടോയിലുള്ള പരിശുദ്ധ അമ്മ, അത് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞു എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത് ഈ അമ്മ തന്നെയാണ്. ഒരമ്മയുള്ളൂ. അത് മെക്സിക്കോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗാഡലുപ്പെ മാതാവ് എന്ന് വിളിച്ചു. ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിമ മാതാവ് എന്ന് പറഞ്ഞു. ലൂർദിലെ ലൂർദ് മാതാവ്, മെജിഗോറിയൻ മാതാവ്, അക്കിത്തായിൽ ഗഡലു ഗുഡ് സക്സസ്, അങ്ങനെ ലാസലേറ്റ്, അങ്ങനെ പല സ്ഥലങ്ങളിലും മാതാവ് പ്രത്യക്ഷപ്പെടും. അതാത് ദേശത്തിൻ്റെ വേഷവിധാനങ്ങളോട് കൂടിയാണ് വരിക. റുവാണ്ടയിൽ അത് അവരുടെ ദേശത്തിൻ്റെ വേഷത്തിൽ വരും. എന്തിനാണെന്നറിയോ? വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മാതാവൊക്കെ നമ്മുടെ ഗ്രോട്ടോയിലെ ആ മാതാവ് തന്നെയാണ്. ആ മാതാവിനറിയാം നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ എന്താണ് വേണ്ടതെന്ന്. അതുകൊണ്ട് എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും മാതാവ് അവസാന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അശുദ്ധകരമായ വസ്ത്രധാരണം. അതുകൊണ്ട് പാപം നിറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമയിലും പറഞ്ഞിട്ടുണ്ട്, മറ്റെല്ലാ പ്രത്യക്ഷീകരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞ കാര്യമാണ് ജനം അറിവിന് വേണ്ടി ഓടി നടന്നിട്ട് വഞ്ചിക്കപ്പെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ദൈവികമല്ല, എല്ലാ സന്ദേശങ്ങളും ദൈവികമല്ല. അതുകൊണ്ട് നമ്മളത് തിരിച്ചറിയണം. നല്ല സന്ദേശങ്ങൾ എന്ന രൂപത്തിൽ വേറെ അർത്ഥങ്ങളിൽ കൂടെ പിശാച് നമ്മെ അവൻ്റെ വരിയിലാക്കും എന്നാണ് ഇപ്പോൾ ഈശോ പറഞ്ഞ സന്ദേശം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. എല്ലാവരെയും സ്നേഹിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. പരിഹാര പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. ഞാൻ അന്നൊരു വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ പരിഹാര പ്രാർത്ഥന. അത് ഈ അവസാന കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്താണെന്നോ? പിതാവിനോടൊന്ന് മാപ്പ് പറയുക മനുഷ്യൻ. സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഒന്ന് എളിമപ്പെടുക. നമ്മുടെ കുടുംബത്തിൽ നിന്നും ലോകത്തു നിന്നും വന്ന പാപങ്ങൾക്ക് മാപ്പ് പറയുക. അതുതന്നെയാണ് ഏറ്റവും അവസാന കാലത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഈ പരിഹാര പ്രാർത്ഥന മൂലം പല മക്കൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചത് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും പറഞ്ഞിട്ട് ഇനി അവസാന കാലത്തിൽ യാതൊരു രക്ഷയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യം രോഗശാന്തി ഒന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് ഒരു ഗുണവും കിട്ടില്ല. ഈശോ വ്യക്തമായി പറയുന്നു, മാനസാന്തരപ്പെട്. നമ്മൾ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളിൽ തെറ്റാണെങ്കിൽ ചെയ്യാതിരിക്കുക. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ജീവിത പങ്കാളിനെ കുറിച്ച്. നിർത്ത്. കർത്താവ് അതാ പറഞ്ഞു. നിനക്ക് ഇനിയും ദ്രവ്യാസക്തി കൂടിക്കൊണ്ടിരിക്കുക, നീ നിർത്ത്. അവസാന കാലമായി കരുണ കാണിക്കുക.
മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കാൻ പഠിക്കാനാണ് പറഞ്ഞത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയുന്ന കാര്യം, നിന്നെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാനുള്ള കൃപയിലേക്ക് എത്തിയാൽ സ്വർഗരാജ്യം ഭൂമിയിൽ തന്നെ. സ്നേഹത്തിനേക്കാൾ വലുതൊന്നുമില്ല. ലോകം അവസാനിച്ചോട്ടെ, സൂര്യൻ ഇരുണ്ടു പൊക്കോട്ടെ, സൂര്യൻ ഇരുണ്ടു പോയാലും ഞാൻ സ്നേഹമുള്ളവളാണെങ്കിൽ എൻ്റെ സൂര്യൻ ഉദിച്ചു തന്നെ നിൽക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞത്, വരപ്രസാദ അവസ്ഥയിലുള്ളവരുടെ മെഴുകുതിരികൾ മാത്രമേ കത്തുള്ളൂ. ലോകാവസാനമായി കുറച്ച് മെഴുതിരി മേടിച്ച് വയ്ക്കാന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. വെഞ്ചരിച്ച മെഴുതിരി മേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ വരപ്രസാദാവസ്ഥയിലല്ലെങ്കിൽ നിൻ്റെ മെഴുതിരി കത്തില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പല പ്രത്യക്ഷീകരണങ്ങളിലും പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. കാരണം അത് മത്തായിയുടെ 24 എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കും. പക്ഷെ ഓടി നടക്കണ്ട. നമ്മൾക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടീസ്, നമ്മൾക്ക് ഏത് രാജ്യത്താണ് നമ്മൾ അവിടെ നിന്ന് സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് ഈശോ പറഞ്ഞത്. ഗരബന്ധാലത്തെ അത്ഭുതം നോക്കി നിൽക്കുകയാണ്. ഗരബന്ധാലിൽ എന്താ സംഭവിക്കുകയെന്നറിയില്ലേ? ഞാനത് പറയാം അടുത്ത പങ്കുവയ്ക്കല്. ആ അത്ഭുതം സംഭവിക്കുന്നത് എന്നാണ് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കി നിൽക്കണ്ട, സമയം പോവും. കർത്താവ് ഈ ദിവസത്തിൽ എന്നോട് പറഞ്ഞു, ചാക്കൊടുത്ത് ചാരം പൂശി പ്രാർത്ഥിക്ക്, മാപ്പ് പറഞ്ഞ്. എപ്പോഴും പറയുന്നത് സഹനം ഏറ്റെടുക്ക്, മാപ്പ് പറയി, പരിഹാരം ചെയ്യ്. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിലും പറഞ്ഞത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അവർ ലേഡി ഓഫ് അക്കിത്ത. അക്കിത്തായിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം സന്ദേശങ്ങൾ ഏകദേശം ഒന്നുപോലെ തന്നെയാണ്. പ്രത്യക്ഷീകരണങ്ങൾക്ക് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ. ഫാത്തിമയിലെ പ്രത്യക്ഷീകരണം കഴിഞ്ഞ് 28 വർഷം കഴിഞ്ഞപ്പോൾ 1945 ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആംസ്റ്റർഡാമിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം 28 വർഷം കഴിഞ്ഞിട്ട് 1973 അക്കിത്തയിലെ പ്രത്യക്ഷീകരണം. അതിൽ മൂന്ന് സന്ദേശങ്ങൾ ഫാത്തിമയിൽ മാതാവ് കൊടുത്തു. അവയ്ക്ക് സമാനമായ 3 സന്ദേശങ്ങളാണ് അക്കിത്തയിലും കിട്ടിയിട്ടുള്ളത്. ആംസ്റ്റർഡാമിലാകട്ടെ ഫാത്തിമയിൽ മാതാവ് ആവശ്യപ്പെട്ട വിമല ഹൃദയ പ്രതിഷ്ഠ, അതിലേക്ക് നയിക്കുന്ന ഒരു ചെറിയ പ്രത്യക്ഷീകരണമായിരുന്നു ആംസ്റ്റർഡാമിൽ. അങ്ങനെ ആംസ്റ്റർഡാമിലും അക്കിത്തയിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് നടന്ന സംഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അക്കിത്തയിലെ മറ്റ് പ്രത്യക്ഷീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രതിമയിലൂടെയാണ് മാതാവ് സംസാരിച്ചത്. ആ പ്രതിമ നിർമ്മിക്കാൻ ക്രിസ്ത്യാനിയല്ലാത്ത ജപ്പാൻകാരനായ ശില്പിക്ക് നൽകിയ ആ ചിത്രം സകല ജനപദങ്ങളുടെയും നാഥയുടെ ആയിരുന്നു. അതായത് ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു പടം ഉണ്ടല്ലോ, അതായിരുന്നു ഇവിടെ ഈ അക്കിത്തയിൽ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം. ഈ മാതാവ് അക്കിത്തയിൽ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ 4 മാസങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായി കേൾവിയില്ലാത്ത, ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്കാണ് മാതാവ് സന്ദേശം കൊടുത്തത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ അവസാന കാലത്തെ പ്രത്യക്ഷീകരണങ്ങളിലൊക്കെ മാതാവ് എടുത്തു പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെച്ചോ. ഇത് ഗരബന്ധാളിലും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം തകർന്നു പോകും. അതാണ് അവസാന കാലത്തിൻ്റെ ഒരു ലക്ഷണം. വിശ്വാസം തകർന്നു പോകും, തകർച്ച വരും. അതുതന്നെയാണ് ഫാത്തിമയിലെ 3ാമത്തെ രഹസ്യത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ വിശ്വാസ തകർച്ചയെക്കുറിച്ചാണ് പറയുക. അപ്പോൾ അവസാന കാലമാകുമ്പോൾ വിശ്വാസം ഇല്ലാതെയാകും, അതാണ് ഒരു ലക്ഷണം. അതുപോലെ പൗരോഹിത്യത്തിലും സന്യാസത്തിലും സമർപ്പിത ജീവിതത്തിലുമെല്ലാം വലിയ തകർച്ച വരും. അതാണ് അടുത്ത അവസാനത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ടാണ് നമ്മൾ സമർപ്പിതർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. അക്കിത്തായിലെ പ്രത്യക്ഷീകരണം നടക്കുന്നത് ആഗ്നസ് കാറ്റ്സുഗോ സസഗാവ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി 19ാമത്തെ വയസ്സിൽ ഒരു ഓപ്പറേഷനെ തുടർന്ന് ബധിരയായി വളരെയധികം വിഷമാവസ്ഥയിൽ 16 വർഷം അങ്ങനെ കിടന്നു. പക്ഷെ അതിന് രക്ഷപ്പെട്ടപ്പോൾ കേൾവിയില്ല, കംപ്ലീറ്റ് കേൾവിയില്ല. അങ്ങനെയാണ് ആ ആൾക്കാണ് പ്രത്യക്ഷപ്പെടുന്നത്. 42ാമത്തെ വയസ്സിൽ ദിവ്യകാരുണ്യദാസികളുടെ സന്യാസ സമൂഹത്തിൽ
അംഗമായി ചേർന്ന് സിസ്റ്റർ ആഗ്നസ് ആയിട്ട് അവർ മാറുകയാണ്. അവിടെ നിന്നാണ് അത്ഭുതങ്ങളൊക്കെ തുടങ്ങുന്നത്. 1973 മെയ് 12 സിസ്റ്റർ കോൺവെൻറ്റിൽ ചേരുന്നത്. അങ്ങനെ ജൂൺ 12 മുതൽ ഈ കോൺവെൻറ്റിൽ അസാധാരണ സംഭവങ്ങൾ ഉണ്ടാകുകയാണ്. സക്രാരിയിൽ നിന്നൊരു നിഗൂഢമായ പ്രകാശം ഈ സിസ്റ്റർ കാണാൻ തുടങ്ങി. അതിൽ മേഘങ്ങൾ, തിളങ്ങുന്ന മേഘങ്ങളുടെ മധ്യയാണ് ഈ ദർശനം കിട്ടുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ കാഴ്ച തുടർന്നുകൊണ്ടിരുന്നു. ഈ കാഴ്ചകളൊക്കെ ആത്മീയ പിതാവിനോട് ഫാദർ തൈജിയാസിനെ എല്ലാം അറിയിച്ചു. ഇവർക്ക് കേൾവിയില്ലെങ്കിലും ചുണ്ടുകളുടെ ചലനം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പിന്നീട് ജൂൺ 28 സിസ്റ്ററിന്റെ ഇടത്ത് കൈപ്പത്തിയിൽ കുരിശാകൃതിയിലുള്ള ഒരു മുറിവ് പ്രത്യക്ഷപ്പെട്ടു. ജൂലൈ 5 അതിൻ്റെ മധ്യത്തിൽ ഒരു ദ്വാരവും കാണാൻ തുടങ്ങി, രക്തമൊലിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സിസ്റ്റർക്ക് ഇത് പഞ്ചക്ഷത അനുഭവമായിരിക്കും. ജൂലൈ 6 കാവൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പരിശുദ്ധ കന്യകയുടെ മുറിവുകൾ കൂടുതൽ ആഴത്തിലുള്ളതും അതികഠിനമായ വേദന ഉള്ളതുമാണ്. അതായത് നിന്നേക്കാൾ വലിയ വേദനയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെ സിസ്റ്ററിനെ ചാപ്പലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് മാലാഖ അപ്രത്യക്ഷമായി. ഈ സിസ്റ്റർ സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന മാതാവിൻ്റെ രൂപത്തിനെ ശ്രദ്ധിച്ചു. ജൂഡിയ മരത്തിൽ കൊത്തിയെടുത്ത ഒരു രൂപമായിരുന്നു അത്. കുരിശിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂഗോളത്തിൻ്റെ മുകളിൽ മാതാവ് നിൽക്കുന്നതായും കൈകൾ മുൻവശത്തേക്ക് തുറന്നു പിടിച്ചിരിക്കുന്ന വിധത്തിലുമായിരുന്നു ആ ശില്പം. അതാണ് സകല ജനപദങ്ങളുടെയും നാഥയുടെ ചിത്രം. അങ്ങനെ ആ പ്രതിമ ജീവനുള്ളതായിട്ട് അനുഭവപ്പെട്ടു. ഈ പ്രതിമയാണ് പിന്നെ സിസ്റ്ററിനോട് സംസാരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ സന്ദേശം കൊടുത്തു. നിനക്ക് ചെവി കേൾക്കാൻ പറ്റും, നീ ക്ഷമയോടെ കാത്തിരിക്കുക, ഇത് അവസാനത്തെ പരീക്ഷണങ്ങളാണ് എന്ന് എന്നിട്ട് പറഞ്ഞു, നിന്റെ കയ്യമത്തെ വേദന ഭയങ്കര വേദനയാണോ നിനക്ക്? എന്നിട്ട് പറഞ്ഞു, ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പ്രാർത്ഥിക്കുക എന്ന്. പ്രിയ കൂട്ടുകാരെ, ഞാനിത് എടുത്തു പറയുന്നത് ഏത് പ്രത്യക്ഷീകരണങ്ങളിലും വേദന മാറ്റാനല്ല ഉദ്ദേശിക്കുന്നത്. ഇത് പരിഹാരമായിട്ട്, ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഇത് കാഴ്ചവെക്കാൻ. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നമുക്ക് വേദനകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാറാൻ ഓടി നടക്കാതെ അത് ലോകപാപങ്ങൾക്ക് പരിഹാരമായിട്ട് യേശുവിൻ്റെ തിരുശരീര രക്തത്തോട് ചേർത്ത് കാഴ്ചവെക്കണം. അതുപോലെ എപ്പോഴും മാതാവ് പറയുന്നുണ്ട്, ഈ തിരുവോസ്തിയിൽ ഈശോ ഉണ്ട് എന്ന് ഓർക്കണം എന്ന്. അടുത്ത ദിവസം ഇവർ വന്ന് നോക്കുമ്പോൾ ഈ കയ്യിലെ മുറിവ് അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇതാണ് ഈ ദൈവികമായ അടയാളങ്ങളുടെ പ്രത്യേകത. തന്നെ മുറിവുണ്ടാകും, തന്നെ ഉണങ്ങിപ്പോകും. ചില കാര്യങ്ങളിൽ അത് തന്നെ ഉണങ്ങിപ്പോകാറില്ല. വിശുദ്ധ പാദ്രാബിയോയൊക്കെ എപ്പോഴും മരണം വരെ ഇത് കൊണ്ടു നടന്നു എന്നല്ലേ പറയുന്നത്. രണ്ടാമത്തെ സന്ദേശം 1973 ഓഗസ്റ്റ് 3 കൊടുത്തത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. എന്നിട്ട് പറയാണ്, ലോകം വളരെയധികമായി ദൈവത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയ പിതാവിൻ്റെ കോപം ശമിപ്പിക്കാൻ കുറേ ആത്മാക്കളെ എനിക്ക് വേണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവകോപം ഭൂമിയിലേക്ക് വരാതിരിക്കാൻ സഹിക്കുന്ന കുറേ ആത്മാക്കളെ വേണമെന്ന്. അതിനാണ് ഇങ്ങനെയൊക്കെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. ലോകം മുഴുവനുമുള്ള പാപികൾക്ക് വേണ്ടിയും ദൈവത്തെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയും തങ്ങളുടെ സഹനങ്ങളിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും എൻ്റെ പുത്രനോടൊപ്പം നിന്ന് എന്നെ സഹായിക്കാൻ ആത്മാക്കളെ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ മനുഷ്യകുലത്തിൻ്റെ മേൽ കഠിന ശിക്ഷ അയക്കുന്ന സ്വർഗപിതാവിൻ്റെ അടുത്ത് ഈ സഹനം പരിഹാരമായി അർപ്പിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നതാണ്. നമുക്ക് കിട്ടുന്ന സഹനം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തും സഹനമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ പോകണ്ടെങ്കിൽ പിന്നെ സഹനമൊന്നുമില്ലല്ലോ. അതായത് നമുക്കൊരു നല്ല ജോലി വേണം, നല്ല ജോലി കിട്ടി, സമാധാനം. നമുക്കൊരു നല്ല ജീവിത പങ്കാളിനെ വേണം, സ്നേഹിക്കുന്ന ജീവിത പങ്കാളിനെ, സ്നേഹിക്കുന്ന ജീവിത പങ്കാളിനെ കിട്ടി, നല്ല കാര്യം.
മക്കൾക്കൊക്കെ നല്ല ജോലി വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല പൈസ വേണം, ബിസിനസ്സൊക്കെ നന്നായി നടക്കണം, അതൊക്കെ നന്നായി നടക്കുന്നുണ്ട്, നല്ല ലാഭമുണ്ട്, നല്ല കാര്യം, ദൈവം അനുഗ്രഹിച്ചു. പ്രിയ കൂട്ടുകാരെ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇതൊന്നും പാപമല്ല കേട്ടോ. നന്മ വേണം, നല്ല രീതിയിൽ ജീവിക്കണം, ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ സഹനമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, അതാണ് സഹനം. അപ്പോൾ ആ സഹനം നമ്മൾ ലോകത്തിൻ്റെ മേൽ ദൈവം അയക്കാനിരിക്കുന്ന കഠിന ശിക്ഷകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി മാപ്പ് പറഞ്ഞ് പരിഹാരമായി കാഴ്ചവെക്കണം എന്നതാണ് ഈ കാലഘട്ടത്തിൽ മാതാവ് ആവശ്യപ്പെടുന്നത്. വേറെ എവിടെ ഇനി ഓടി നടക്കണ്ട. ഈ സന്ദേശങ്ങൾ തന്നെയാണ് മറച്ചും തിരിച്ചും എവിടെയായാലും പറയുന്നത്. ഒറ്റ ആൻസറേ ഉള്ളൂ: പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, കരുണക്കൊന്ത, ദൈവകാരുണ്യ ആരാധന. എന്നിട്ട് സ്നേഹത്തിൽ ജീവിക്കാൻ നോക്കുക. ചെയ്തിരുന്ന ബലഹീനതകൾ, ചെയ്തിരുന്ന പാപങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുക. ഇത്രേ വേണ്ടോ അവസാന കാലത്തിന്? ഇന്നാളെ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ആൻറ്റി, എനിക്ക് ആൻറ്റിയുടെ ക്ലാസ്സിൽ പറയുന്ന പോലെ എനിക്ക് ലോകത്ത് ദൈവം പറയുന്ന പോലെ ഒന്നും ജീവിക്കാൻ എനിക്ക് പറ്റണില്ല, അപ്പം കുർബാനയൊന്നും കാണാൻ പറ്റണില്ല, ദൈവം എന്നെ ശിക്ഷിക്കുമോ? ഇതാണ് ചോദ്യം. കർത്താവ് പറഞ്ഞ പോലെ നന്മയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന്, അതിന് പറ്റണില്ല. പക്ഷെ കർത്താവിനെ ശിക്ഷിക്കാൻ പാടില്ല. കർത്താവിനെ ശിക്ഷിക്കുമോ? അപ്പോൾ ഞാനതിന് കൊടുക്കുന്ന ഒരേ മറുപടിയുള്ള മത്തായി 24 വായിച്ചാൽ മതി. കർത്താവ് ശിക്ഷിക്കുമോ? ഈ ലോകം അവസാനിക്കുമോ? സൂര്യൻ പോകുമോ? ഒക്കെ സംഭവിക്കും. അതിന് ഒരുങ്ങാനാണ് ദൈവം മാതാവ് വഴി നമ്മളെ ഇതൊക്കെ കേൾപ്പിക്കുന്നത്. എന്തൊരുക്കം? നന്നായി ജീവിക്കുക, മാനസാന്തരപ്പെടുക, ചെയ്തിരുന്ന കുറ്റങ്ങളൊന്നും ചെയ്യാതിരിക്കുക, എല്ലാവരെക്കുറിച്ചും നന്മ പറയാൻ ശ്രമിക്കുക, ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കുക. ബുദ്ധിമുട്ടാണ്, എന്നാലും ട്രൈ ചെയ്തോ. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. അപ്പോൾ അമ്മ പറയാണ് അക്കിത്തായിൽ, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: പിതാവ് കഠിന ശിക്ഷ അയക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിതാവിൻ്റെ കോപം ശമിപ്പിക്കാൻ എൻ്റെ പുത്രൻ കുരിശിൽ സഹിച്ച പീഡകളും ഒക്കെ സഹനങ്ങളും ചേർത്ത് കാഴ്ചവെക്കാൻ എനിക്കിവിടെ വലിയൊരു കൂട്ട ആത്മാക്കളുടെ സഹനം വേണം. ഏത് പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ പറയുന്നത് എനിക്ക് സഹനം വേണം. സഹിക്കാനുള്ള ആത്മാക്കളുണ്ടോ? പരിഹാരം ചെയ്യാനുള്ളവരുണ്ടോ? അല്ലാണ്ട് രോഗശാന്തിക്ക് വേണ്ടി ഓടി നടക്കുന്നവരല്ല കർത്താവ് ആഗ്രഹിക്കണേ. നിയോഗങ്ങൾ എണ്ണി 5ഉം 10ഉം എഴുതിയിട്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാനല്ല പരിശുദ്ധ അമ്മ പറയുന്നത്. ഈ അവസാന കാലഘട്ടമായിട്ട് മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നോർത്താണ് എനിക്ക് സങ്കടം. ഇപ്പോഴും ഓടി നടക്കാണ്, അത് ശരിയാവണം, ഇത് ശരിയാവണം. ഒരുപാട് നിയോഗങ്ങളുണ്ട്. അതിൽ 2 നടന്നിട്ടുണ്ട്, ഇനി 4 കൂടി നടക്കണം. അപ്പോൾ അതിന് ഞാൻ ഇനി എന്ത് ചെയ്യണം? പ്രിയ സഹോദരങ്ങളെ, അവസാന കാലഘട്ടത്തിലെ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം നിങ്ങൾ അതിനും ഇതിനും വേണ്ടി ഓടി നടക്കല്ലേ. അമ്മ പറയുന്നത് ഇതാണ്: സഹിക്കുന്ന ആത്മാക്കൾ എനിക്ക് വേണം. സഹനം മാറിപ്പോകാൻ വേണ്ടി ഓടി നടക്കല്ലേ. രോഗശാന്തി കിട്ടാൻ ഓടി നടക്കല്ലേ. ഒരു ചെറിയ രോഗമൊക്കെ ഉണ്ടെങ്കിലല്ലേ സഹനമുള്ളൂ. എന്നാലല്ലേ എന്തെങ്കിലും കാഴ്ചവെക്കാൻ പറ്റുള്ളൂ പാപപരിഹാരമായിട്ട്. എൻ്റെ ഇത് നമ്മുടെ മനസ്സിൽ തറഞ്ഞു നിൽക്കാത്ത എന്നാണ് ഞാൻ സങ്കടപ്പെടുന്നത്. സഹനമാണ് ഈ അവസാന കാലത്ത് കർത്താവും മാതാവും ചോദിക്കുന്നത്. അതാണ് പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിത്യാഗ പ്രവൃത്തികളും. അതാണ് കർത്താവിൻ്റെ കോപം ശമിപ്പിക്കുള്ളൂ. നിയോഗങ്ങൾ അടിക്കടി നടന്നാൽ കർത്താവിൻ്റെ കോപം ശമിക്കില്ല. അത് യഥാർത്ഥ ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു സഹോദരങ്ങളെ. എന്നിട്ട് ലോകാവസാനം എന്ന് നടക്കും? ഏത് ഡേറ്റിൽ നടക്കും? യുദ്ധം തുടങ്ങിയല്ലോ, ഇപ്പം അവസാനിക്കുമോ? അവിടെ ഒരു ഭൂകമ്പം വന്നല്ലോ, ഇപ്പം അവസാനിക്കുമോ? അവസാനിച്ചോളും. അതൊക്കെ അതിൻ്റെ വഴിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ ഒക്കെ നടക്കും. നമ്മളൊറ്റ കാര്യം ശ്രദ്ധിക്കുക: ഈശോ എന്താണ് നമ്മളോട് പറഞ്ഞത്? കൽപ്പനകൾ പാലിക്കുക. എന്താണ് കൽപ്പന? സ്നേഹമാണ് കൽപ്പന. സ്നേഹത്തിൻ്റെ ഒരു കൽപ്പന കർത്താവ് തന്നിട്ടില്ല. എല്ലാവരും സ്നേഹിക്കാൻ പറ്റണം. അപ്പോൾ സ്വർഗരാജ്യം ഇവിടെയായി. അതിൻ്റെ ഇടയിൽ ഭൂമി ഇരുള് വിറയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, നീ സ്നേഹിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നീ ഭയപ്പെടേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും മനസ്സിൽ വയ്ക്കണം. പ്രാർത്ഥന വേണം, പ്രായശ്ചിത്തം വേണം, പരിത്യാഗ പ്രവൃത്തികൾ വേണം. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനം ഉണ്ടായിരുന്നോ നിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട്?
നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അതാണ് സഹനം. നീ ഇഷ്ടപ്പെട്ടതുപോലെയാണ് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ എന്തുണ്ട് കർത്താവിന് കൊടുക്കാനായിട്ട്? സഹനം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കണം. വേദന, ശരീരത്തിനോ മനസ്സിനോ വേദന അനുഭവിക്കുന്നതാണ് സഹനം. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതല്ല. സഹനം എന്ന് പറഞ്ഞാൽ വേദന അനുഭവിക്കണം. ആ സഹനമാണ് പിശാചുകളെ ഓടിപ്പിക്കുക. ആ സഹനമാണ് ദൈവകോപം ശമിപ്പിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ അക്കിത്തായിൽ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക. മനുഷ്യൻ്റെ നന്ദിഹീനതയ്ക്കും ദ്രോഹങ്ങൾക്കും അറുതി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യദാസികൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. പാപികളുടെ മാനസാന്തരത്തിനായി സഹനങ്ങൾ സമർപ്പിക്കുക. ഉണർവോടെ പ്രാർത്ഥിക്കുന്നതിനാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാനത്തെ സന്ദേശത്തിൽ ഒക്ടോബർ 13 പരിശുദ്ധ അമ്മ പറഞ്ഞു, മനുഷ്യൻ പശ്ചാത്തപിച്ച് നല്ലവരാകുന്നില്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ മേൽ പിതാവായ ദൈവം അതികഠിനമായ ശിക്ഷയെ അയക്കും. ജലപ്രളയത്തേക്കാൾ കടുത്തതും മുൻപൊരിക്കൽ സംഭവിച്ചിട്ടില്ലാത്തതുമായ കഠിന ശിക്ഷയായിരിക്കും അത്. ഇത് പേടിപ്പെടുത്താൻ പറയുന്നതല്ല. മത്തായി 24 എടുത്ത് വായിച്ചാൽ മതി. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. എത്ര പറഞ്ഞാലും അതെന്താണ് എന്ന് ചോദിച്ചു നടക്കും. അല്ലാണ്ട് സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുന്നില്ല. സഹനത്തിൻ്റെ ജീവിതം ഏറ്റെടുക്കാനും തയ്യാറല്ല. ആകാശത്തു നിന്ന് തീയിറങ്ങി വന്ന് ജനസംഖ്യയിൽ വലിയൊരു ഭാഗത്ത് ഉന്മൂലനം ചെയ്യും. അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലയാളെന്നോ ചീത്തയാളെന്നോ പരിഗണിക്കാതെയാണ് എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കുക. പക്ഷേ അത് നല്ലവർക്ക് നന്മയായിട്ട് വരും. രക്തസാക്ഷികളാക്കി കൊണ്ടുപോയിക്കോളും. തിന്മ ചെയ്ത് ജീവിക്കുന്നവരെ പേടിക്കണ്ടോ? അക്കിത്തായിൽ പറയുന്നത്, ഇതിൽ നിന്ന് രക്ഷ നേടുന്നവർ തീർത്തും ഒറ്റപ്പെട്ടു പോകും. അവർ മരിച്ചവരെ പ്രതി അസൂയപ്പെടും. ജപമാലയും കുരിശിൻ്റെ അടയാളവും മാത്രമാണ് രക്ഷാസങ്കേതം. ജപമാലയും കുരിശിൻ്റെ അടയാളവും പരിശുദ്ധ കുർബാനയും. ദിവസവും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുക. മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർക്ക് വേണ്ടിയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ സമയം ഓർക്കുകയാണ്, റോസറി ചെയിൻ എന്ന് പറയുന്ന ഒരു ജപമാല ചങ്ങല തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ദിവസത്തിൽ 1 മണിക്കൂർ ഏറ്റെടുത്ത് ഈ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറക്കല്ലേ, അത് വിട്ടുപോകല്ലേ, ചങ്ങല പൊട്ടിക്കല്ലേ. നമ്മുടെ മരണം വരെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ പരസ്പരം വിദ്വേഷം തരുന്ന വിധത്തിൽ കൂട്ടായ്മകളിൽ, സഭകളിൽ, അതുപോലെ സെമിനാരികളിൽ പിശാചിൻ്റെ പ്രവർത്തികൾ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങല്ല, അവൻ വന്നു കഴിഞ്ഞു. എത്ര പരിശുദ്ധമായ കൂട്ടായ്മയിലും തിരഞ്ഞെടുക്കപ്പെട്ടവരിടയിലും അസൂയയും ദേഷ്യവും വിദ്വേഷവും അവൻ വിതച്ചു കഴിഞ്ഞു. ഈഗോയാണ്. ഒരാൾക്കൊരാളുടെ മുമ്പിൽ താഴാൻ പറ്റില്ല. അതാണ് അവസാന കാലഘട്ടത്തിലുണ്ടാകുക എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈഗോ. അതുപോലെ ഒരു ഒത്തുതീർപ്പിന് മനോഭാവം ഇല്ലാത്ത ആളുകളെ കൊണ്ട് സഭ നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല സമർപ്പിതരെയും പിന്തിരിഞ്ഞു പോകാൻ പിശാച് പ്രേരിപ്പിക്കും. അങ്ങനെ അവൻ ആത്മാക്കളെ നേടാൻ എന്ത് വില കൊടുത്തും തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവൻ മാറ്റിമറിക്കും. ചിലരൊക്കെ വലിയ വലിയ അറിവിൻ്റെ പിന്നാലെ പോകും. അത് അവരെ വഞ്ചനയിൽ ചെന്നെത്തിക്കും. ആ അറിവ് പറഞ്ഞ് തർക്കിച്ച് വിഭജനം ഉണ്ടാകും. അപ്പോൾ സ്നേഹമില്ല എന്നുള്ള കാര്യം മറക്കും. അറിവിൻ്റെ കാര്യങ്ങൾ ശാസ്ത്രം പറഞ്ഞ് ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ബൈബിളിലത്തേക്ക് ഓരോ വാക്കുകളുടെ ഇത് പറഞ്ഞിട്ട് തർക്കിക്കും. അങ്ങനെ തർക്കിച്ച് അവിടെ സ്നേഹം ഉണ്ടാവില്ല. വലിയ വൈരാഗ്യങ്ങളായി മാറും. വലിയ സന്ദേശങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞവരുടെ ഉള്ളിൽ വെറുപ്പ് വൈരാഗ്യം കൊണ്ട് നിറയും. സാത്താൻ അവരെ അങ്ങനെ അവൻ്റെ അടിമകളാക്കും. എവിടം കൊണ്ടാണ് തുടങ്ങണത്? വിശുദ്ധ ഗ്രന്ഥത്തിലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അധികം ചർച്ചയ്ക്കൊന്നും നിൽക്കണ്ട, എളിമയുള്ള ജീവിതം നയിക്കുക. ഇത്രയേ ചെയ്യണ്ടോ: പ്രാർത്ഥന, പരിഹാരം, പ്രായച്ചിത്തം, പരിത്യാഗപ്രവൃത്തി, പശ്ചാത്താപം. ഇത് തന്നെയാണ് റോസമിസ്റ്റിക് മാതാവും പറഞ്ഞത്. 3 പുഷ്പങ്ങൾ കാണിച്ചിട്ട് പ്രാർത്ഥന, പരിഹാരം, പശ്ചാത്താപം. പ്രിയ സഹോദരങ്ങളെ, ധാരാളമായി ജപമാല ചൊല്ലാനാണ് പറയുന്നത്.
അതുപോലെ 1974 മെയ് അവസാനത്തിൽ ഈ പ്രതിമയുടെ മുഖവും കൈകളൊക്കെ ഇരുണ്ട് തവിട്ട് നിറമുള്ളതായിത്തീരുന്നു. മറ്റേ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ നിൽക്കും. അങ്ങനെ പ്രതിഭയുടെ മുഖഭാവം മാറി 4-ാം തീയതി രക്തവും വിയർപ്പും കണ്ണുനീരും വാർക്കാൻ തുടങ്ങി. അത് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ രക്തം ബി ഗണത്തിലും വിയർപ്പും കണ്ണുനീരും AB ഗണത്തിലുമാണ് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ പ്രതിഭാസങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയ ആളെ സാബുറോ വഗാസയെ അറിയിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു, എന്താ ഇങ്ങനെ നീ ഉണ്ടാക്കിയ പ്രതിമയെന്ന് ഇങ്ങനെ വരണേ? അപ്പോൾ ക്രിസ്ത്യാനി അല്ല അയാൾ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിർമ്മിച്ച ആദ്യത്തെ ക്രിസ്തീയ ശില്പമാണിത്. ഒരു ഭാഗവും ഇണക്കി ചേർക്കാതെ ഒറ്റ തടിയിലാണ് ഞാനിത് കൊത്തിയെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഉണങ്ങിയതും കടുപ്പം കൂടിയതുമായൊരു മരമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു ശില്പത്തിനല്ലാതെ ഞാൻ കൊത്തിയെടുത്ത വേറൊന്നിനും ഇങ്ങനൊരു പ്രതിഭാസം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഉത്തരം പറയാനൊന്നുമില്ല. ഇത് അതിശയകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കിത്തായിൽ സംഭവിച്ചത് പ്രതിമയാണ് സംസാരിക്കുന്നത്. 1951 സെപ്റ്റംബർ 15 അവസാനത്തെ തവണ പ്രതിമ കണ്ണുനീർ പൊഴിച്ചു. അങ്ങനെ 101 പ്രാവശ്യം കണ്ണുനീർ പൊഴിച്ചെന്നാണ് പറയുന്നത്. അതുപോലെ സിസ്റ്റർ ആഗ്നസിന് ഒട്ടും കേൾവിശക്തി ഇല്ലാതിരുന്ന ആ സിസ്റ്ററിന് കേൾവിശക്തി കിട്ടി. പക്ഷേ 1975 വീണ്ടും കേൾവി ഇല്ലാതായി. എന്നിട്ട് മാതാവ് 1973 ജൂലൈ 6-ാം തീയതിയിലെ സന്ദേശത്തിൽ മാതാവ് ആദ്യം പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അത് നിറവേറുന്നത് 1982 കേട്ടോ, 9 കൊല്ലം കഴിഞ്ഞിട്ട്. പിന്നെ കേൾവിശക്തി കിട്ടി. അതുപോലെ 2 പ്രാവശ്യം വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ദിവ്യകാരുണ്യം ആസ്വദിച്ചപ്പോഴാണ് 2 പ്രാവശ്യം ഈ കേൾവിശക്തി കിട്ടുന്നത്, പിന്നെ പോകുന്നത്. അങ്ങനെ ഈ സിസ്റ്റർ ആരാലും ജപ്പാനിലെ അക്കിത്തായിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു കോൺവെൻറ്റിൽ ഈ താമസിക്കുന്ന സിസ്റ്ററിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങളൊക്കെ ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അന്ത്യകാലത്തിനെ കുറിച്ചുള്ളൊരു സന്ദേശമാണ്. പ്രിയ സഹോദരങ്ങളെ, ഞാനിന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലോകാവസാനം എന്നാണ്, ഡേറ്റ് എന്നാണ്, അത് എത്ര മണി സമയത്താണ്, അതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കല്ലേ. അത് സംഭവിക്കും. ഗരബന്താളിലും അക്കിത്തായിലും ഫാത്തിമയിലും പല സംഭവങ്ങൾ സംഭവിക്കും. എല്ലായിടത്തും തന്നിട്ടുള്ളത് ഓരോ മുന്നറിയിപ്പുകളാണ്. ഗരബന്താളിലായാലും ഒരു വ്യാഴാഴ്ച 8:30 നടക്കുന്നൊരു ശൈത്യകാലത്തിൽ നടക്കുന്ന ഒരു അത്ഭുതം. ഈ അത്ഭുതങ്ങളൊക്കെ തരുന്നത് മാനസാന്തരപ്പെടാനാണ്, അല്ലാണ്ട് അത് അവസാനമല്ല. ലോകാവസാനം ഇന്ന് നടക്കുമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അത് വചനം പറഞ്ഞിട്ടില്ലേ, അത് ആർക്കും അറിയില്ല എന്ന്. അങ്ങനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വചനം തെറ്റായി പോവുമല്ലോ. ദൈവവചനം സുവിശേഷത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അത് ആർക്കും അറിയില്ല. ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നതൊക്കെ ക്ലൂകളാണ്. അതിൻ്റെ മുന്നറിയിപ്പുകൾ ഇന്ന ദിവസം വരും, ഇന്ന ആഴ്ച വരും, അതൊക്കെ ഏകദേശ രൂപങ്ങളാണ് കൊടുക്കുന്നത്. അത് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നത് തന്നെയാണ്. ഗരബന്താളിൽ പറഞ്ഞ കാര്യങ്ങൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ടത് അവസാനത്തെ ആ വിധി 2-ാം വരവിന് മുമ്പുണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്നോട് പലരും പല സംശയങ്ങൾ ചോദിച്ചത് കൊണ്ടാണ് ഞാനിതിങ്ങനെ വ്യക്തമാക്കിയത്. ഗരബന്താളിൽ ലോകാവസാനം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, കൊഞ്ചിതയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, എന്നാ ഡേറ്റ്? അത് ലോകാവസാനത്തെക്കുറിച്ചല്ല പറഞ്ഞേക്കണേ, അത്ഭുതം നടക്കുന്ന സമയത്തെക്കുറിച്ച്. ലോകാവസാനം 2-ാം വരവ് കൃത്യം എന്നാണ് എന്ന് ആർക്കറിയില്ല. നിങ്ങളുടെ സംശയം തീർന്നു കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കർത്താവും മാതാവും നമ്മളോട് പറഞ്ഞിട്ടത് ഇനി ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല, പ്രയോജനമില്ല. വെറുതെ കുറേ ചർച്ചകൾ നടത്തിയിട്ടും സമയം പോകാന്നുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, അനുദപിക്കുക. ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ സഹനങ്ങൾ കാഴ്ചവെക്കുക. പരിശുദ്ധ കുർബാനയിലായിരിക്കുക. കുർബാനയാണ് നമ്മുടെയും ശുദ്ധീകരാത്മാക്കളുടെയും എല്ലാം പാപങ്ങൾക്ക് മോചനമായിട്ടുള്ള ഏറ്റവും നല്ല ആയുധം. പരിശുദ്ധ ജപമാല മുറുകി പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വ്യക്തമായി കേട്ട് ശരിക്കും കേൾക്കണം. അല്ലാതെ ഓരോന്ന് കേട്ടിട്ട് അതും ഇതൊന്നും എന്ന് പറഞ്ഞ് ഓടി നടന്നിട്ട് കാര്യമില്ല. അമ്മ പറയുന്നതൊക്കെ സത്യമാണ്, വചനത്തിലെ കാര്യങ്ങളാണ് അമ്മ പറയുന്നത്. അമ്മ എന്തിനാ അതൊക്കെ പറയണേ എന്നുള്ളത്
ദൈവത്തിൻ്റെ അടുത്തേക്ക് മനുഷ്യർ എത്രയും വേഗം മാനസാന്തരപ്പെട്ട് എത്താനാണ് ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറയണേ. വരുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വരിക തന്നെ ചെയ്യും. ഡേറ്റ് നോക്കിയിരിക്കേണ്ട. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം, ക്ഷമിക്കാൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് അടുത്ത പങ്കുവയ്ക്കൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.